അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്കൊക്കെ അറിയാം ഖുഫയിൽ തടവുക, ബൂട്ടിൽ തടവുക, പാദരക്ഷയിൽ തടവുക. പാദരക്ഷ എന്ന് പറഞ്ഞാൽ നെരിയാണി ഉൾപ്പെടെ മറയുന്ന കാലിൻ്റെ നിർബന്ധമായും ഉളൂവിൻ്റെ സമയത്ത് കാലിൻ്റെ ഭാഗങ്ങൾ കഴുകണം. ആ കാലിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്ഥാനങ്ങൾ മുഴുവനും മറന്ന്, ആ സ്ഥലങ്ങൾ മുഴുവനും മറഞ്ഞു നിൽക്കുന്ന ചെരുപ്പ്, പ്രത്യേകിച്ച് ഖുഫ എന്ന് അറബിയിൽ പറയുന്ന അത്തരത്തിലുള്ള ചെരുപ്പുകൾ, ബൂട്ടുകൾ, ഷൂകൾ ധരിച്ചാൽ അവർക്ക് തടവാൻ അനുവാദമുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഷോക്സ് ധരിക്കുന്നവർക്ക് തടവാൻ എന്താണ് തെളിവുള്ളത്? ഇപ്പൊ ഖുഫ ധരിക്കുന്നവരെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും. ഉർവത്ത് ബിൻ മുഗീറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ്, ഉർവത്ത് ബിൻ മുഗീറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, ഞാൻ പ്രവാചകനോടൊപ്പം യാത്ര ചെയ്യുകയാണ്. അപ്പോൾ പ്രവാചകൻ ഉളു എടുക്കാൻ പോയപ്പോൾ അഹ്വൈതു ലി അൻസിഅ ഖുഫൈഹി ഫഹുവൈതു ലി അൻസിഅ ഖുഫൈഹി, പ്രവാചകന്റെ ഖുഫ, ആ ബൂട്ട്, ആ പാദരക്ഷ ഊരാൻ വേണ്ടി ഞാൻ കുനിഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വിട്ടേക്കുക. ഇന്നി അദ്ഖൽതുഹുമാ ത്വഹിറത്തൈനി, രണ്ടും ശുദ്ധമായ അവസ്ഥയിലാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അതെന്ത് ചെയ്യണ്ട, നീ ഊരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഉളു എടുത്തുകൊണ്ട് ധരിക്കുന്ന ഖുഫക്ക്, പാദരക്ഷക്ക്, ഖുഫ എന്ന രൂപത്തിലുള്ള, അതായത് നെരിയാണി ഉൾപ്പെടെ മറയുന്ന തരത്തിലുള്ള പാദരക്ഷക്ക് മുകളിൽ തടവിയാൽ മതി. യാത്രക്കാരന് 3 ദിവസവും പിന്നെ സ്ഥിരതാമസക്കാരന് 1 ദിവസവുമാണ് തടവേണ്ടത്. അതിൻ്റെ മുകളിൽ വിരലുകൊണ്ട് കാലിൽ കഴുകുന്നതിന് പകരം തടവിയാൽ മതി, നമുക്കറിയാം. എന്നാൽ ഷോക്സിൽ തടവാൻ തെളിവാണോ എന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ വളരെ കൃത്യമായി തന്നെ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ മുഗ്നിയിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. വലി അന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, സ്വഹാബിമാർ, മസഹു അൽ ജവാരിബി, ഷോക്സിന്മേൽ തടവി, വലം യൽഹർ ലഹും മുഖാലിഫുൻ ഫി അസ്രിഹിം, അവരുടെ കാലഘട്ടത്തിൽ ഈ വിഷയത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. ഫക്കാന ഇജ്മാഅൻ, അത് ഇജ്മാ ആണ്. ഈ ജൗറബ് അഥവാ ഷോക്സിൽ തടവി എന്നുള്ള രൂപത്തിൽ റിപ്പോർട്ടുകളുണ്ട്, അതിൽ തർക്കങ്ങളുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ സ്വഹീഹാണെന്ന് പറയുന്നു, ചില പണ്ഡിതന്മാർ ഹസനാണെന്ന് പറയുന്നു, അല്ല ലഈഫാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ സ്വഹാബികൾ അവരുടെ ഒരു ഇജ്മാ എന്ന നിലയിൽ എന്താണ്, ജവാരിബിൽ, ജൗറബിൽ, ഷോക്സിൽ തടവി എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഷോക്സ് ധരിക്കുന്നവർക്ക് തടവാം. പക്ഷേ ആ വിഷയത്തിലുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.